സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുനിഷ അയ്യലൂർ ചേരുന്ന വിശദാംശങ്ങളുമായി. സുനിഷ, ഫേഞ്ചൽ ചുഴലിക്കാറ്റിന്റെ ഒരു പ്രഭാവം തന്നെയാണോ ഇവിടെയും? 4 ജില്ലകളിലാണല്ലോ റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്. എത്രത്തോളം ജാഗ്രത പാലിക്കണം? വിനീത, ഫേഞ്ചൽ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് കേരളത്തിൽ ഏതായാലും മഴ കനക്കുമെന്നൊരു മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. പ്രധാനമായും ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് കൊല്ലം, തിരുവനന്തപുരം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ നാളെയോടുകൂടി മഴ അതിതീവ്രമാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ 4 ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്. അത് പ്രധാനമായും കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ്. ഒപ്പം തന്നെ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട്. കൊല്ലം, തിരുവനന്തപുരം ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് തുടരുമെന്നതാണ് നിലവിൽ കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന മുന്നറിയിപ്പ്. ഒപ്പം തന്നെ അടുത്ത ദിവസങ്ങളിൽ കൂടി ഈ ചുഴലിക്കാറ്റിന്റെ ഒരു പശ്ചാത്തലത്തിൽ വരുന്ന ദിവസങ്ങളിൽ കൂടി മഴ കനക്കുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. വിനീത, ഇന്ന് നൽകിയിരിക്കുന്നത് 4 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പറഞ്ഞിരിക്കുന്നത്. അത് പ്രധാനമായും കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ തെക്കൻ കേരളത്തിൽ അടുത്ത 3 മണിക്കൂറിനുള്ളിൽ മഴ കനക്കാനുള്ള സാധ്യത, പ്രധാനമായും പത്തനംതിട്ട, ആലപ്പുഴ ഭാഗങ്ങളിൽ മഴ കനക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ കേന്ദ്രം നൽകുകയും ചെയ്യുന്നുണ്ട്. നാളെയാണ് 4 ജില്ലകളിൽ റെഡ് അലർട്ട്. ഇത് പറഞ്ഞതുപോലെ വടക്കൻ ജില്ലകളിലാണ്. ഒപ്പം എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതേ സമയം തന്നെ 45 കിലോമീറ്ററിലധികം വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനുള്ളൊരു സാധ്യത കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട്. ഒപ്പം ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട്. നേരത്തെ തന്നെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് അറിയിച്ചിരുന്നു. ഒപ്പം ഇപ്പോൾ ഈ കോവളം ഭാഗത്തൊക്കെ തന്നെയും ഉയർന്ന തിരമാല അടി കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് ഈ ബീച്ചിലേക്ക് ഇറങ്ങിയുള്ള വിനോദസഞ്ചാരം അതെല്ലാം തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ ബീച്ചിൽ ഇറങ്ങുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പ്രധാനമായും ഇത്തരത്തിൽ അടുത്ത ഒരു 5 ദിവസം കൂടി ഇതേ രീതിയിൽ മഴയ്ക്കുള്ള സാധ്യത പറയുന്നുണ്ട്. നാളെയാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. അടുത്ത ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിലോട്ട് മഴ കനക്കുമെന്നൊരു മുന്നറിയിപ്പാണ് നിലവിൽ ലഭിക്കുന്നത്. വിനീത, ശരി, ഏതായാലും കേരളത്തിലും ഫേഞ്ചൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ്. മഴ കനക്കും ഇന്നും നാളെയും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. സുനിഷ അയ്യലൂർ വിവരങ്ങൾ നൽകി.